വീണ്ടും നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ അവിടെ ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് പരിശോധനകൾ തുടരുകയാണ്. പ്രത്യേകിച്ച് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ ഈ അപകട കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തൃശ്ശൂർ പൂരം ത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ആയിരുന്നു ഈ വെടിക്കോപ്പുകളുടെ നിർമ്മാണം നടന്നത്. അവിടെ 5.5 ഏക്കറോളം വിസ്തൃതി വരുന്ന ഒരു പാടം, ആ പാടത്തിന് സമീപത്ത് പാടത്തിന് ഉള്ളിൽ ആയിരുന്നു ഇത്തരത്തിൽ നിരവധി പടക്ക നിർമ്മാണ ശാലകളിൽ ഈ പടക്കങ്ങളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. CV അനുമോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, അവിടെ പരിശോധനകൾ തുടരുന്നു, നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം കാണാൻ സാധിക്കുന്നു, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു മാസ് സെർച്ചാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. 200ഓളം പോലീസുകാർ ഒരേ സമയം ഈ ഒരു സ്ഫോടനം നടന്ന ആ തുരുത്തിനു ചുറ്റും എല്ലാ മേഖലകളും കൃത്യമായി അരിച്ച് പെറുക്കി പരിശോധിക്കുക എന്ന ഒരു നടപടിയാണ്. പല ഭാഗത്തു നിന്നും ശരീരാവശിഷ്ടങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പുല്ലിനടിയിലും കല്ലുകൾക്കിടയിലും മണ്ണിലുമൊക്കെ പൂണ്ട് കിടക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ പല ഭാഗത്തു നിന്നായി ലഭിക്കുന്നുണ്ട്. പലതും പുഴുവരിക്കുന്ന നിലയിലും ചീഞ്ഞളിഞ്ഞ് നാറ്റം വരുന്ന അവസ്ഥയിലൊക്കെ ആയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ശരീരാവശിഷ്ടം പോലും, അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു കാര്യം പോലും കണ്ടെത്താതിരിക്കരുത് എന്ന ഒരു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ പോലീസ് ഈ ഒരു മേഖലയിൽ ഒന്നാകെ ഇത്രയും വിപുലമായ ഒരു അരിച്ചു പെറുക്കൽ, ഒരു മാസ് സെർച്ച് നടക്കുന്നത്. കൃത്യമായിട്ട് എല്ലാ മേഖലകളിലും പരിശോധന നടത്തി എന്ന് ബോധ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു കൃത്യമായൊരു ധാരണയിലെത്തുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു പരിശോധന. കഴിഞ്ഞ ദിവസമൊക്കെ കെഡാവർ ഡോഗ്സിനെയൊക്കെ ഉപയോഗിച്ച് പല ഭാഗത്തും പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇത്രയും ആഴത്തിൽ, അതായത് ഒരു പ്രദേശം മുഴുവൻ അരിച്ചു പെറുക്കുന്ന തരത്തിലേക്ക് പോയിരുന്നില്ല. അത്തരത്തിലുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കൃത്യമായിട്ട് ഓരോ മേഖലയിലും എത്തി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പുല്ലുകൾക്കിടയിലും മണ്ണിന് അടിയിലൊക്കെ സംശയം തോന്നുന്ന സാഹചര്യങ്ങളിലൊക്കെ പരിശോധന നടത്തുക എന്നുള്ളതാണ്. നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വലിയ ഹോളോ ബ്രിക്സുകളും ഒക്കെ ചിതറിത്തെറിച്ച് കിടക്കുന്ന, ഇത്രയും ദൂരത്തേക്ക് പോലും അതൊക്കെ ചിതറിത്തെറിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ ചുറ്റുഭാഗവും നമുക്ക്, ഈ ഒരു പാടത്തിൻ്റെ ചുറ്റുഭാഗവും നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വെടിക്കോപ്പിൻ്റെ അവശിഷ്ടങ്ങളും കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഇവിടെ തെറിച്ച് കിടക്കുകയാണ്. ഇതിനിടയിൽ മനുഷ്യൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അത് വളരെയധികമുണ്ട്. അതുകൊണ്ട് തന്നെ സാധ്യമായതെല്ലാം കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അഭിലാഷ്. എന്തായാലും വലിയ തോതിലുള്ള പരിശോധന ഇപ്പോൾ അനുമോദ സൂചിപ്പിക്കുന്നതനുസരിച്ചാണ് എങ്കിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ആണ് ഇത്തരത്തിൽ പരിശോധനയുടെ ഭാഗമായി, ഒരു തരത്തിൽ പറഞ്ഞാൽ അരിച്ചു പെറുക്കുക എന്ന് പറയുന്നത് പോലെയുള്ള പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അനുമോദ്, ഈ 5.5 ഏക്കറിനുള്ളിൽ നിരവധിയായ നിർമ്മാണശാലകൾ, അതോടൊപ്പം തന്നെ ഈ വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന ഇടങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ സ്ഫോടനത്തിൽ തകർന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സർക്കിളിൽ തന്നെയാണോ ഈ പരിശോധന നടത്തുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കെട്ടിടത്തിൻ്റെ ഹോളോ ബ്രിക്സ് പോലും മീറ്ററുകളോളം തെറിച്ച് വീണു എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ ദൃക്സാക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അഭിലാഷ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടത്തുനിന്ന് പുറകിലേക്ക് നോക്കിയാൽ ആ ഒരു സ്ഫോടനം നടന്ന ആ ഒരു പ്രദേശം കാണാം. അവിടെ മരങ്ങളൊക്കെ തന്നെ കത്തിക്കരിഞ്ഞ് നിൽക്കുന്നത് കാണാം. അവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ ഇപ്പുറത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ, നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ കൃത്യമായിട്ട് അഖിൽ, ഇവിടേക്ക് നോക്കിയാൽ കാണാം, ഹോളോ ബ്രിക്സൊക്കെ ഇത്രയും ദൂരത്തേക്കാണ് തെറിച്ച് വന്നിട്ടുള്ളത്. ഇത് ആ സ്ഫോടനത്തിന്റെ ഭാഗമായിട്ട് ഇത്രയും ദൂരത്തേക്ക് തെറിച്ചെത്തിയതാണ് ഈ ഹോളോ ബ്രിക്സ്. അവിടെ നിന്നും നമ്മൾ നിൽക്കുന്ന ഇടത്തുനിന്ന് കൃത്യമായിട്ട് കാണാൻ കഴിയും. അത്രയും അധികം ശക്തിയിലാണ് സ്ഫോടനം നടന്നിട്ടുള്ളത്. ഈ ഒരു മരണം സംഭവിച്ചവരുടെ പോസ്റ്റ്മോർട്ടത്തിലെല്ലാം തന്നെ ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയതും ഈ സ്ഫോടനമാണ് എല്ലാവരിലും ഈ ഒരു ആഘാതം ഉണ്ടാക്കിയിട്ടുള്ളത്. പൊള്ളലിനേക്കാൾ കൂടുതൽ സ്ഫോടനത്തിന്റെ ആഘാതമാണ് മൃതദേഹങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഒരു 5000 ഡിഗ്രി സെൽഷ്യസ് വരുന്ന ഒരു ചൂടായിരിക്കും ആ സ്ഫോടനത്തിന്റെ സമയത്ത് ഇവിടെ അനുഭവപ്പെട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാം ക്ഷണനേരം കൊണ്ട് പൊട്ടിത്തെറിച്ച് കത്തിച്ചാമ്പലാവുന്നത്ര ഉഗ്രശക്തിയാണ് ഈ സ്ഫോടനത്തിന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
തന്നെ അവിടെയുള്ളതെല്ലാം ഇത്രയും ദൂരത്തേക്ക് ചിതറിത്തെറിച്ചു പോകുന്നു. നമ്മൾ തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ പോലീസ് പല ഭാഗത്തുനിന്നായിട്ട് ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അത് ആന്തരിക അവയവങ്ങളാകാം, അതല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗങ്ങളാകാം. പക്ഷെ അതൊക്കെ തന്നെ പുഴുവരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്ന് ഗന്ധം വമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നതും തിരഞ്ഞ് കിട്ടാൻ സാധിക്കുന്നതും എല്ലാം തന്നെ ഈ ഒരു പരിശ്രമത്തിൽ കണ്ടെത്താനാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഈ ഒരു തീവ്ര ശ്രമം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് കണ്ടെത്താൻ സാധിക്കുന്നതെല്ലാം കണ്ടെത്തി അത് കളക്ട് ചെയ്യുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു മാസ് സെർച്ചിന് പിന്നിലായിട്ടുള്ളത്. ഈ തെരച്ചിൽ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് വേണം ഇന്നത്തെ ഈ ഒരു മാസ് സെർച്ചിനെ കാണുവാൻ. ഇപ്പോൾ വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ അപകടത്തെ തുടർന്ന് വ്യാപകമായ പരിശോധനയും തെരച്ചിലും ആണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ ശരീരാവശിഷ്ടങ്ങളോ മറ്റ് പ്രധാനപ്പെട്ട തെളിവുകളോ എന്തെങ്കിലുമൊക്കെ ലഭിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഈ നിർമ്മാണശാലകൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് തന്നെ അത് അനുമോദം നേരത്തെ സൂചിപ്പിച്ചതാണ്. നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കാൻ സാധിക്കുന്നു. എത്രയോ ദൂരത്തേക്കാണ് ഹോളോ ബ്രിക്സ് പോലും തെറിച്ചെത്തിയത്. അപ്പോൾ അത്രമേൽ വലിയ ഒരു സ്ഫോടനം തന്നെയായിരുന്നു അവിടെ നടന്നത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ആ അപകട സ്ഥലത്ത് നിന്ന് നമ്മൾ കാണുന്നത്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ആണ് ഉള്ളത്. അനുമോദ്, ഈ ദൃശ്യങ്ങളിൽ കാണാം അതിൽ ഒറ്റപ്പെട്ടൊരു പ്രദേശം എന്ന് പറയുമ്പോൾ പോലും ഇതങ്ങനെ കൃഷിയൊന്നും ഇറക്കാത്തൊരു വയലാണ് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണോ അവിടുത്തെ ഒരു സാഹചര്യം? അല്ല അഭിലാഷ്, ഇവിടെ ഞാറ് നട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഞാറ് നട്ട പാടത്തിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന നടക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ അവിടെ പോലീസ് നിൽക്കുന്നിടത്തൊക്കെ ചേറാണ്. അവരെ ബൂട്ട്സൊക്കെ താഴ്ന്നു പോകുന്ന ഒരു നിലമാണ് അവിടേക്കുള്ളത്. ഇതിനൊക്കെ ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്തരത്തിൽ ചേറിലേക്കൊക്കെയാണ് ഈ ശരീരഭാഗങ്ങൾ ആണ്ട് പോയിരുന്നെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. ഇവിടെ നോക്കൂ, ഇതിലേക്ക് നോക്കുമ്പോൾ ഈ ഞാറിൻ്റെ ഇടയിലൂടെ നമുക്ക് കാണാൻ പറ്റും അന്ന് പൊട്ടിത്തെറിച്ച ആ പടക്കങ്ങളുടെയും ഗുണ്ടുകളുടെയും അമിട്ടുകളുടെയൊക്കെ അവശിഷ്ടങ്ങളും ഹോളോ ബ്രിക്സുകളുടെ അവശിഷ്ടങ്ങളും. ഇതിനിടയിൽ ഈ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഇത്തരം ഈ പുതഞ്ഞു കിടക്കുന്ന മണ്ണിലാണ് ശരീരാവശിഷ്ടങ്ങളിൽ അത് വളരെ വേഗം അത് ഡീക്കേഡ് ആവാനുള്ള അളിയാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രദേശം പൂർണ്ണമായിട്ടും ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു അരിച്ച് പെറുക്കുന്ന തരത്തിലേക്കുള്ള സാധ്യതകൾ പരിശോധിക്കുന്നത്, അത്തരം നടപടികൾ ഉണ്ടാവുന്നത്. എന്നാണെങ്കിലും ഈ പരിശോധിക്കാത്തതായിട്ട് ഒരിടം പോലും ബാക്കിയുണ്ടാകില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്താൻ കൂടി വേണ്ടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു പരിശോധന. നമ്മളിവിടെ നിൽക്കുമ്പോഴാണ് ശരിക്കും ഈ ഒരു തുരുത്തിൻ്റെ കൃത്യമായ ഒരവസ്ഥ കാണുന്നത്. നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ മുഴുവൻ പാടശേഖരങ്ങളാണ്. അതായത് ഈ തുരുത്ത് നിൽക്കുന്നതിൻ്റെ നമ്മൾ ഇന്നലെ നിന്നതിൻ്റെ മറുവശത്താണ് നമ്മളുള്ളത്. ഈ ഭാഗം മുഴുവൻ പാടശേഖരങ്ങളാണ്. ഈ പാടശേഖരങ്ങളുടെ ഒത്ത നടുക്കാണ് ഈ തുരുത്ത്. ഈ പുഴ കത്തിക്കരിഞ്ഞ് മരങ്ങളൊക്കെ നിൽക്കുന്ന ആ തുരുത്ത് ഈ പാടശേഖരങ്ങളുടെ ഒത്ത നടുക്കാനുള്ളത്. അവിടെയാണ് ഈ വെടിക്കെട്ടിൻ്റെ ദുരന്തം ഉണ്ടായത്. അവിടെയാണ് ഈ സംഭവങ്ങൾ. അവിടെയും ഒരു മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് എന്ന സൂചനയാണ് പോലീസ് അവിടുന്ന് തരുന്നത്. അതായത് ആ തുരുത്തിന് തൊട്ടടുത്ത് നിന്നാണ് ഇപ്പോൾ പരിശോധന നടത്തുമ്പോൾ അവിടെ താഴെ മണ്ണിലെന്തോ കണ്ടെത്തിയെന്ന സൂചനയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് ഈ ഒരു തുരുത്ത് ഈ പാടത്തിൻ്റെ ഒത്ത നടുക്കാണ് നിൽക്കുന്നത്. ഒറ്റ വഴിയേ അവിടേക്കുള്ളൂ. ഈ വഴിയൊന്നും തന്നെ വാഹനങ്ങൾക്കും ആർക്കും കടന്നു പോയത് കൃഷിയിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതുവഴിയൊന്നും ആർക്കും വാഹനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല. ഇത് ഈ തുരുത്തിൻ്റെ മറുവശമാണ്. നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ മറുവശത്താണുള്ളത്. മറുഭാഗത്തും സമാനമായിട്ടുള്ള സാഹചര്യം. ഇതിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ആഘാതമുണ്ടായത് നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്താണ്. ഇവിടെ വലിയ മരങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് കരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ അതായത് ഈ അപകടമുണ്ടായ തുരുത്തിൻ്റെ മറുവശം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ
സ്ഫോടക വസ്തു ശേഖരം ഉണ്ടായിരുന്നതും അതേപോലെ അതിൻ്റെ ആഘാതം ഉണ്ടായതും ഈ ഒരു ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഈ ഒരു ശരീരാവശിഷ്ടങ്ങൾ കൂടുതലായി കണ്ടെത്താനുള്ള സാധ്യത ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഇവിടെ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ഇവിടെയൊക്കെ ആ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ ഈ ഒരു പാടശേഖരം മുഴുവൻ ഒരു 100-300 മീറ്ററോളം ദൂരം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്, തെറിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനാകുന്നത്. എന്നാണെങ്കിലും ഈ ഒരു നടപടികൾ, അതായത് ഈ ഒരു മേഖല പൂർണ്ണമായും പരിശോധിച്ചു എന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുവാൻ വേണ്ടി കൂടിയാണ് ഇത്രയും വിശദമായിട്ട് ഈ മേഖല മുഴുവൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അരിച്ചുപറയുക. അവിടെ എന്തോ മൃതശരീരത്തിന് അവശിഷ്ടം കണ്ടെത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അവ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെയും ആ പ്ലാസ്റ്റിക് കവറിലേക്കാണ് അവരത് ശേഖരിക്കുന്നത്. അത്തരത്തിൽ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പല ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ DNA പരിശോധനയിലൂടെ പോലും ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അഴുകിയിട്ടുണ്ടാകാം, മാറിയിട്ടുണ്ടാകാം എന്നൊരു സാധ്യത കൂടിയുണ്ട്. പക്ഷേ നമുക്കറിയാം, തിരിച്ചറിയാത്ത 4 പേരുണ്ട്, കണ്ടെത്താൻ കഴിയാത്ത 4 പേരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ. അപ്പോൾ എല്ലാ ശ്രമങ്ങളും അതിനുവേണ്ടി, അവരെ കണ്ടെത്താൻ വേണ്ടി, അവരെ തിരിച്ചറിയാൻ വേണ്ടി, ശരി, അതായത് അവരെ ശേഖരിച്ച നമ്മുടെ ദൃശ്യങ്ങളിൽ ഒരു പോലീസുകാരന്റെ കയ്യിൽ എന്തൊക്കെയോ ശേഖരിച്ചത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ മൃതദേഹത്തിന്റെ ഭാഗവുമുണ്ട് എന്നായിരിക്കാം അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. ഞാനിപ്പോൾ കുറച്ചു മുമ്പ് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് തന്നെ പോലീസ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. കാരണം നമ്മളൊക്കെ അറിയാതെ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണിന് താഴെ പോലും ആരുടെയെങ്കിലൊക്കെ ശരീരഭാഗങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് ഈ മണ്ണിൽ ചെളിയും പുല്ലുമെല്ലാം കൂടിച്ചേർന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ശരീരഭാഗങ്ങളിൽ പുഴുവരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഗന്ധം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഈ ചിതറിപ്പോയതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. ചിലതൊക്കെ കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടാകാം, ചിലതൊക്കെ ചിതറി തെറിച്ച് പോയിട്ടുണ്ടാകാം. എന്നാണെങ്കിലും ഇത് ആരുടേതാണെന്നൊക്കെ തിരിച്ചറിയുക എന്നുള്ളതും വലിയ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ ശാസ്ത്രീയമായി നടത്തേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു തെളിവ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ കാണാതായ ആളുകൾക്ക് സംബന്ധിച്ച് അവരുടെ പ്രിയപ്പെട്ടവരുടേതാണെന്ന് കണ്ടെത്തിയാൽ ആ ഒരു തിരിച്ചറിവ്, സത്യം അവർക്ക് ഉൾക്കൊള്ളാനെങ്കിലും സാധിക്കും. അവർ ഇന്ന് ഈ ജീവനോടെ ഈ ലോകത്തില്ല എന്ന സത്യം തിരിച്ചറിയാനെങ്കിലും അവർക്ക് സാധിക്കും. അവർക്ക് അന്ത്യകർമ്മങ്ങൾ നടത്താനെങ്കിലും കഴിയും. അപ്പോൾ അത്രയും ഒരു വലിയ ഭഗീരഥ പ്രയത്നം തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കണ്ടെത്തുന്ന ഓരോന്നും ഈ അപകടത്തിൻ്റെ കാരണങ്ങളിലേക്കും അതുപോലെ അപകടത്തിൽ ജീവൻ നഷ്ടമായ ദൗർഭാഗ്യവാന്മാരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വെളിച്ചം വീശുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ വിശദമായിട്ടുള്ള പരിശോധന ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ പുരോഗമിക്കുന്നത്. വ്യാപകമായ പരിശോധന, ഈ അപകടമുണ്ടായ സ്ഥലത്ത് വ്യാപകമായ പരിശോധനയാണ് നടക്കുന്നത്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ വളരെ സൂക്ഷ്മമായി തന്നെ അവിടെ അരിച്ചു പെറുക്കുകയാണ്. അവിടെ നിന്ന് ശരീരഭാഗങ്ങൾ കിട്ടുന്നുവെങ്കിൽ ഇപ്പോഴും മരണസംഖ്യ എത്ര എന്നതിൽ വ്യക്തതയില്ല. 4 പേർ കാണാനില്ല എന്ന നിലയിൽ തന്നെയാണ്. അത് അവരുടെ ശരീരഭാഗങ്ങൾ പോലും ലഭിക്കാത്ത തരത്തിൽ അവരുടേത് ചിന്നിച്ചിതറിപ്പോയിട്ടുണ്ടാകുമോ എന്നതിൽ ഒന്നും വ്യക്തതയില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധിയിലൂടെ ആണ് കടന്നു പോകുന്നത്. അതിനിടെയാണ് വ്യാപകമായ തിരച്ചിൽ നടക്കുന്നത്. തിരച്ചിൽ നടക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ വാർത്തയുടെ വിശദാംശങ്ങളുമാണ് CV അനുമോദ് നൽകിയത്.